ഒന്ന് അവരുടെ രാഷ്ട്രീയ മനോഭാവം തന്നെയാണ്. അവർക്ക് എതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളത്. വേടൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാവും. കാരണം ഫാസിസമാണ് ഇവിടെ ഇപ്പം മുഖ്യ സാധനം. അയാൾ പാടട്ടെ. പാട്ടിൽ എന്തെങ്കിലും രാജ്യദ്രോഹങ്ങളൊക്കെ വരുമ്പം അവരെ നോക്കിക്കൊള്ളും. നീയൊന്നും തമ്പ്രാക്കന്മാരല്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അത് എക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ചെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വീണ്ടും പോവും. ഇഷ്ടമില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോവും. നമുക്കെന്ത് ചെയ്യാൻ നോക്കും? പൊതുജനമല്ലേ. എന്തോ ഒരു ഇതുണ്ട് അവർക്ക് വേടന്. ഇവർ ഈ പറഞ്ഞതുപോലെ വേടന്റെ പാട്ടുകൾ കലാഭാസവും തുണിയില്ലാ ചാട്ടങ്ങളുമാകുന്നത് സംഘപരിവാറിന് മാത്രമാണ്. എന്തുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾ വേടനെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? നമുക്ക് ചോദിച്ചു നോക്കാം. ഇപ്പോൾ നിലവിൽ റാപ്പർ വേടനെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങളുമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും സംഘപരിവാറിന് വേടനോട് ഇത്ര ഒരു വിദ്വേഷം? അത് ഇന്നലെ ശശികലയുടെ പ്രസ്താവനയിൽ തന്നെ വ്യക്തമല്ലേ. ശശികല അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്. കാരണം വേടൻ പറയുന്നത് തിരസ്കൃതരുടെ വാക്കുകളാണ്, അവൻ്റെ ശബ്ദമാണ്. അപ്പം തിരസ്കൃതരുടെ വാക്കുകൾ കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവരെ അസ്വസ്ഥമാക്കും. അത് പണ്ടും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. നാടൻ പാട്ടുകൾ എക്കാലവും ഇവിടുത്തെ ജമ്മി നാടുവാഴി വൃന്ദത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പല കടമ്മനിട്ടയുടെ കവിതകളൊക്കെ ഇവിടുത്തെ മുതലാളിത്തത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പം വേടൻ പാടുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാവും. കാരണം ഫാസിസമാണ് ഇവിടെ ഇപ്പം മുഖ്യ സാധനം. ഫാസിസവും സാമ്രാജ്യത്വവും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു 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 അവിയൽ പരുവത്തിലുള്ള സാധനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ അവിയലിന് സ്വാഭാവികമായിട്ടും വേടനെ പോലെയുള്ള ആളുകൾ, വേടൻ മാത്രമല്ല വേടനെ പോലെ മിണ്ടുന്ന ഒരുപാട് പേരുണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും ഈ ലോകമാകെ. ഇവർ സ്വാഭാവികമായിട്ടും ഈ പ്രതികരണം ഇവരെ അസ്വസ്ഥമാക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് അവരുയർത്തുന്ന മൂല്യങ്ങളെ അല്ലെ അവർ പറയുന്ന സാധനങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തടോ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്നത് തന്നെയാണ്. നീയൊന്നും തമ്പ്രാക്കന്മാരല്ല എന്ന് പറയുന്നത് തന്നെയാണ് അവരെ അസ്വസ്ഥമാക്കുന്നത്. അത് എക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ പിന്നെ അതിന് കുറേ ആഘാതങ്ങൾ കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം എക്കാലത്തും കേരളത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. PM ആൻ്റണിയുടെ നാടകങ്ങൾ ഉൾപ്പെടെ, മലയാളത്തിലെ KPSCയുടെ നാടകങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എക്കാലവും കേരളത്തിൽ ഭയങ്കരമായ സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാറിനെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവിധം കത്തോലിക്ക മതത്തിൻ്റെ ഇതാണ് PM ആൻ്റണി നേരിട്ടത്. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവിന്. പിന്നെ ഭഗവാൻ കാലുമാറുന്ന നാടകത്തിൻ്റെ മുകളിൽ KPSC നേരിട്ടതും ഇതേ സംഘപരിവാർ സംഭവങ്ങൾ തന്നെയാണ്. എക്കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ പ്രതികരണം കേരളീയ ജനത ആ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ ഭരണകൂടം ഒപ്പം നിന്നുകൊണ്ട് കൃത്യമായ ഒരു പ്രതികരണം കേരളത്തിൻ്റെതായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ, വ്യക്തികളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഈ എന്താ പറയുക, പണ്ട് ഈ കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബുദ്ധമത അനുയായികളെയും അവിടുത്തെ തനത് ദേശവാസികളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവരോട് എതിർത്ത് നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ തെറി വിളിച്ച് പുറത്താക്കുന്ന ഒരു രീതി. ആ കാവ് തീണ്ടൽ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ നിലനിൽക്കുന്ന നമ്മൾ കാണുന്ന ഈ കാവ് തീണ്ടൽ എന്ന് പറയുന്നത് പോലെയുള്ള അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും തെറി പറയലുകളും ഭീഷണിപ്പെടുത്തലുകളുമായിട്ടാണ് ഇപ്പം ഈ സമൂഹം ഒരു സംഘടിത രൂപം. അതായത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ക്രിമിനോളജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇവരൊരു 10 പേര് കൂടിക്കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു ക്രിമിനോളജി വർക്കൗട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അല്ലാതെ നിൽക്കുമ്പോഴും ഒക്കെ ഇത്തരം ആളുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുന്ന ഒരു രീതി ആണ് ഇപ്പോൾ ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗമാണ്. അവർ ഈ പഴയ കാവ് തീണ്ടലിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മറ്റേ SC/ST വിഭാഗത്തിൽ പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കുമോ സംഘപരിവാർ സംഘടനകൾ അവരെ റദ്ദ് ചെയ്യുന്നത്? ആയിരിക്കാം, ചിലപ്പോ അതായിരിക്കാം. വേടനെതിരെ ഇപ്പൊ സംഘപരിവാർ സംഘടനയിലുള്ള നേതാക്കളായ ശശികല അടക്കമുള്ളവര് പൊതുവേദിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? അല്ല, അവർ കുറേ കാലം ഇവിടെ ഒന്നുമില്ലാതെ മാറിയൊക്കെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ വേടനെ കൊണ്ടുവന്നത്. വേടൻ്റെ പുറകെ കുറേ ആളുകൾ പോകണമുണ്ട്, അവർക്ക് പിടിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പുറകെ കുറേ ആളുകൾ വരുമ്പോഴത്തേക്ക് അടുത്ത ആളൊക്കെ എതിരല്ലേ വരുള്ളൂ. അതേ രീതിയിൽ കണക്കാക്കിയാൽ മതി. അല്ലാതെ വേറെ രാഷ്ട്രീയമൊന്നും അതിലില്ല. ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെ അവർക്ക്. അല്ല, അവർക്ക് വേറെ എന്ത് ചെയ്യും?
വേടന്റെ സംഗീതം ഇപ്പൊ SC/ST വിഭാഗമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, അത് ആൾക്കാർക്ക് ആസ്വാദനം കിട്ടുന്നതുകൊണ്ടല്ലേ ആളുകൾ കൂടുന്നത്. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളിടത്തല്ലേ ഞാൻ പോവുള്ളൂ. ആളുകൾ കൂടുന്നത് നമുക്കത് പോകണ്ടെന്ന് പറയാൻ നോക്കൂ. പോണവർ പോട്ടെ, നല്ലത് ചീത്തയാണെങ്കിൽ അവരൊന്നും അറിയട്ടെ. വേടനൊരു ദളിതനായതുകൊണ്ടായിരിക്കും കൂടുതൽ ഇത്തരത്തിൽ. ഇതിനൊന്നും അല്ലല്ലോ ആശാനെ, ഇത് നമ്മള് അവർക്ക് അവരവരുടെ ഇഷ്ടം ചെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പോവും. ഇഷ്ടമില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോവും. നമുക്കെന്ത് ചെയ്യാൻ നോക്കും? പൊതുജനമല്ലേ. എന്തോ ഒരു ഇതുണ്ട് അവർക്ക് വേടന്. അതുകൊണ്ട് ഒരു വശ്യം പോലെ ഒരു ആളുകളെ സംസാരിച്ച് ഒതുക്കാനും പാട്ടിലൂടെയും എല്ലാം അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ കഴിവ് അങ്ങനെ പ്രകടിപ്പിക്കട്ടെ. കുറെ കാലം നിൽക്കും. ഇപ്പൊ യേശുദാസില്ലേ, ഇപ്പൊ എന്തായി? ഓരോ ആളുകൾ മാറി മാറി പോകുന്നല്ലോ. ഇപ്പൊ വേടന്റെ കാലഘട്ടം വരുമ്പോൾ വേടൻ, അല്ലാതെ പൊതുവായിട്ട് പറയാനൊന്നുമില്ല. ആര് തടുത്താലും അത് വരേണ്ടത് വരും, തടുത്താലും വരേണ്ടത് വരും. വേടനെ അങ്ങ് തകർത്ത് കളയാന്നുള്ള രീതിയിലാണ് പ്രസംഗങ്ങളെല്ലാം പോകുന്നത്. അതിപ്പോ നമ്മൾ പറയണതല്ലാതെ ഇപ്പൊ വേടൻ എന്ത് ചെയ്യാൻ? അയാളും വളരെ മനുഷ്യനല്ലേ. അയാളുടെ ഇത് കാഴ്ചപ്പാടല്ലേ. രാജ്യത്തിന് വിരുദ്ധത കാണിക്കണമെങ്കിൽ അപ്പോഴേ കണ്ടോളാം. ഇപ്പം നമ്മൾ രാജ്യദ്രോഹം മറ്റേ അങ്ങനെ ഞങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ അപ്പോഴേ കാണാനുള്ള ആളുകൾ ഇവിടെ നോക്കാനുള്ള ആളുകൾ ഇരിക്കുകയല്ലേ. സർക്കാർ അതിൻ്റെ ആളുകളുണ്ട്, അവർ നോക്കട്ടെ. അല്ലാതെ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അയാൾ പാടട്ടെ. പാട്ടിൽ എന്തെങ്കിലും രാജ്യദ്രോഹങ്ങളൊക്കെ വരുമ്പം അവരെ നോക്കിക്കൊള്ളും. നമ്മളെ മേലധികാരികളുണ്ടല്ലോ, അവർ നോക്കിക്കൊള്ളും. അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി കയറി പറയുന്നത് ഇപ്പം ഞാൻ വേടം കൊള്ളൂല്ല അങ്ങനെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള അവകാശമില്ല. ഒരു രാഷ്ട്രീയക്കാർക്ക് മറു രാഷ്ട്രീയക്കാരെ കണ്ടുകൂടാ, അത് വേറെ കാര്യം. നമ്മൾ പൊതുജനവും ഞാൻ ഉൾപ്പെടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. തെറ്റാണെങ്കിൽ പിന്നെ നമ്മൾ തിരുത്തും. ഇത്രയേ ഉള്ളൂ. നിലവില് റാപ്പർ വേടനെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകള്, നേതാക്കള് വേടനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പൊതുവേദികളിലടക്കം പ്രസംഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ പോകുന്നത്? എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ആളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആൾ അംഗീകരിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ ദ്രോഹിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആളാണല്ലോ വേടൻ. അപ്പോൾ അവരുടെ രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയം പറയുന്നതുകൊണ്ടായിരിക്കുമോ സംഘപരിവാർ സംഘടനകൾ വേടനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന് ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയം ഉണ്ടായിരിക്കും, പക്ഷെ രാഷ്ട്രീയം പറയാൻ പാടില്ല. അതാണ്, ഞാനൊരു കലാകാരനാണ്, ഒരു എഴുത്തുകാരനൊക്കെയാണ്. അപ്പം എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ പറയാറില്ല. അപ്പോൾ അത് പറയുന്നതിൽ ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാൾ പലരും ഇപ്പോൾ പല സ്ഥലങ്ങളിലും വേദികളിലും ഓരോ പാർട്ടിയുടെ പ്രസംഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പോയി വിമർശിക്കേണ്ട അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ഒരു തെറ്റല്ല എന്നാണ് എനിക്കും പറയാനുള്ളത്. വിമർശിച്ച് ഇല്ലാണ്ടാക്കുന്നത് ഒരു തെറ്റല്ലേ? അതെ, ഇല്ലാണ്ടതാക്കുന്നത് ഒരു തെറ്റാണ്. അതും മാത്രമല്ല, ഈ ഒരു താഴ്ന്ന ഒരു ഇതിൽപ്പെട്ട ഒരാളെ എപ്പോഴും എല്ലാവരും കൂടി ഉയർത്തി കൊണ്ടുവരികയാണ് ഏറ്റവും നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇല്ലാണ്ടാക്കുന്നത് എപ്പോഴും മോശമാണല്ലോ. പ്രത്യേകിച്ച് ഇല്ലാതെ കിടക്കുന്ന ഒരു അധപ്പതനത്തിൽ നിന്ന് കിടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഉയർത്തി കൊണ്ടുവരിക, രക്ഷപ്പെടുത്താമെന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനെ എല്ലാവരും ആയിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവേദികളിലടക്കം വേടനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ആളെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ആ പ്രസംഗങ്ങളുടെ ഒരു പോക്ക്. എന്തുകൊണ്ടായിരിക്കും വേടനെ ഈ സംഘപരിവാർ സംഘടനകൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്ന്, അവരുടെ രാഷ്ട്രീയ മനോഭാവം തന്നെയാണ്. അവർക്ക് എതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതുവിലുള്ള ഒരു രീതി തന്നെയാണ്. ആ രീതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വേടനെതിരെയും അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടൊരു ആളാണ് വേടൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ സംഘപരിവാറിന് ഇത്രയൊരു ദേഷ്യം? തീർച്ചയായിട്ടും ഒരു സവർണ മനോഭാവം എല്ലാ കാലത്തും പുലർത്തിപ്പോരുന്ന ഒരു സംഘം തന്നെയാണ് ഈ പറയുന്ന സംഘപരിവാർ അടങ്ങിയിട്ടുള്ള ടീം. അപ്പം അത് തന്നെയാണ് ഇവിടെ അവർ വേടനെതിരെയും ആയുധമാക്കി മാറ്റുന്നതെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി നേതാവായ KP ശശികല പറഞ്ഞത് വേടൻ നടത്തുന്ന ഒരു കലാ ആഭാസമാണ്, SC/ST വിഭാഗമായിട്ട് വേടന്റെ പാട്ടിന് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ്. അതിപ്പോ അവരല്ലല്ലോ തീരുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വേടൻ ചെല്ലുന്ന വേദികളിലൊക്കെ എന്തായാലും അദ്ദേഹത്തിന് പിന്തുണയായിട്ട് തന്നെ നല്ല ജനസഞ്ചയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പിന്തുണ, ആ ഒരു ആളുകളുടെ ഒരു പിന്തുണ തന്നെ ആയിരിക്കാം ഇവരെ കൊണ്ടൊക്കെ പറയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. ഇവർ വിചാരിച്ചാലൊന്നും ഇല്ലാതാവുന്ന ഒരാളല്ല വേടൻ എന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം വേടനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം അത്ര പെട്ടെന്നൊന്നും വേടൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങൾ ഇല്ലാതാക്കാനാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. Subscribe to One India and never miss an update.